ഇരട്ടപ്പേര് കേൾക്കുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അതെന്നെ ഹേർട്ട് ഞാൻ ഉരുകിപ്പോയൊരു സത്യം. ഒരിക്കലും കരയുന്നതല്ല, കരഞ്ഞൊരാട്ടവും ഞാൻ കാണിക്കുന്നില്ല. ലോകം മുഴുവൻ കേട്ടോണ്ടിരിക്കുമല്ലേ. ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്താണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഒരു ഓമന പേര് വിളിക്കുക, അതായത് ഇഷ്ടപ്പെട്ട ആൾക്കും വിളിക്കുക, ഇഷ്ടപ്പെടാത്ത ഒരാൾക്കും നമുക്കൊരു പേരിടാന്നുള്ളത്. അപ്പോൾ അതിൽ ഓരോരുത്തർ ഓരോരോ പേരിട്ട്, അപ്പോൾ അൻവർ രേണുവിന് ഇട്ട പേരാണ്. അൻവർ രേണുവിന് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്ക് കൊടുത്ത ഒരു പേരാണ് സെപ്റ്റി ടാങ്ക് എന്നുള്ളൊരു പേര് കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ടുള്ള രേണുവിൻ്റെ ഒരു ഫീലിങ്സ് ആണ് നേരത്തെ വീഡിയോ ക്ലിപ്പിലുള്ളത്. അത് ശരിക്കും എന്താ പറയുക, ശരിക്കും അത് രേണുവിനല്ല ബാധിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിനെ തന്നെയാണ്. കാരണം ആ ഒരു വ്യക്തിൻ്റെ സംസ്കാരത്തിനാണ് അത് കാണിക്കുന്നത്. കാരണം ഒരാളെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മറ്റൊരാൾക്ക് ഹേർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഒരു സംസ്കാരമാണ്. അപ്പോൾ അയാളുടെ സംസ്കാരമാണ് കാണിച്ചത് മറ്റൊരു വ്യക്തിനെ അത്രയും ഒരു പേര് വിളിക്കുക എന്നുള്ളത്. കാരണം അയാൾ വിചാരിക്കുന്നത് രേണുസുതിക്ക് പുറത്ത് കംപ്ലീറ്റ് നെഗറ്റീവാണ്. അപ്പോൾ ഇതും കൂടി പറയുമ്പോൾ ആൾക്കാർക്ക് ഈ അൻവറിനോടുള്ള ഇഷ്ടം തോന്നിയിട്ട് വോട്ടിംഗ് ഒക്കെ അൻവറിന് കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ്. പക്ഷേ ഈ ഒരൊറ്റ പേരിടൽ കൊണ്ടിട്ട് ചിലപ്പം നല്ല പിന്നിലേക്കാവാനും ചാൻസ് ഉണ്ട്. പിന്നെ ആളുകളുടെ ഇടയിൽ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുമാണ് അൻവറിന് ഇപ്പം കിട്ടിയിട്ടുള്ളത്. കാരണം ഒരിക്കലും അങ്ങനെ ഒരു പേര് ആർക്കും ഇടരുത്. കാരണം എന്തായാലും രേണു പറയുന്നൊരു വാക്യം ഉണ്ടായാൽ ലോകം മൊത്തം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളത്. വേറെ എന്ത് പേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാം, പക്ഷെ ഇങ്ങനത്തെ ഒരു പേര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാം.